രാത്രി ഇൻട്രോ എടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നാളെ രാവിലെ നമ്മൾ ട്രഷർ ഹണ്ടിന് പോവാണ് ഗൈസ്. യെസ്, ട്രഷർ ഹണ്ട്. അപ്പോൾ ട്രഷർ ഹണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നമ്മുടെ എക്സ്പ്ലോറർ, ഡോറ ദ എക്സ്പ്ലോറർ ഒക്കെ കണക്കെ നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്യാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മിക്കവാറും ഇത് നമ്മുടെ വേൾഡ് എക്സ്പ്ലോറേഷൻ സീരീസിലായിരിക്കും ഇടുന്നത്. അപ്പോൾ ഓക്കെ, നമ്മൾ ബോ എടുത്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട കാര്യം ഓക്കെ ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ. ഓ ഡാർക്ക് പാളി തോന്നണേ. ഓക്കെ, ഇതാണ് നമ്മുടെ ബോ. കണ്ട ഗൈസ്, ഇതൊക്കെ ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഈ ബേസൊക്കെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇത് ഡോർ ആൾക്കാർ ഇവിടെ നിന്ന് നമുക്ക് എല്ലാറ്റിനെയും അമ്പ് ചെയ്ത് വിടുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഇതിന് അമ്പ് ചെയ്യാനാണ് ഗൈസ്. ഓക്കെ, കറക്റ്റിന് വേണ്ടിയില്ല ഗൈസ്. നമ്മളിപ്പോൾ എക്സ്പേർട്ട് ആയിരിക്കുകയാണ് ഗൈസ്. പൊളിയല്ലേ ഗൈസ്, പൊളി. അപ്പോൾ നമ്മളെ കുതിരൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കിടന്നുറങ്ങാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് നല്ലത് എന്താ വെച്ചാൽ റിസ്ക് ആണ്. അതുകൊണ്ട് ജസ്റ്റ് പുറത്തേക്ക് പോയ ഒരു രസം ഉണ്ടാവും. ഓക്കെ അടിപൊളി, ചത്തു. അപ്പോൾ ഗൈസ്, ഈ എക്സ്പി ഒക്കെ കിട്ടി ഞാൻ ഇവരൊക്കെ ഒന്ന് കളിച്ചിട്ടാണ്. നല്ല രസമാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഇതെന്താണ് ഗൈസ്, ഇത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ഇപ്പോൾ വന്നത്. ഈ നോക്ക് ഗൈസ്, ഇതെന്തോ വലിയെന്തോ എന്തോ ഫിസിക്കൽ എന്തോ. അപ്പോൾ നമുക്ക് നേരെ പോകാം ഗൈസ്. നമുക്ക് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെയാണ് ഗൈസ് നമ്മൾ എന്താണ് ഇതിൻ്റെ പേര്, ട്രഷർ ഹണ്ടിന്. നമ്മൾ നാളെ രാവിലെ ട്രഷർ ഹണ്ടിന് പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല ഇൻട്രസ്റ്റിങ്ങോടെ നോക്കുക ഗൈസ്. കാരണം ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. ഓക്കെ, എനിക്ക് ഈ വേറെ ഭയങ്കര ഇഷ്ടം. ഓക്കെ, സോംബി ഭയങ്കര അൽമാണ് ഗൈസ്. സോംബിയുടെ ഇത് കൊണ്ടാല സീനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കിൽ കൂടിയിട്ട് പോകും. ഓക്കെ, ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ഇയാൾ ഇത് ഞാൻ കെട്ടിയതാണ് ഗൈസ്. വെറുതെ ഒരു ലുക്കിൽ കെട്ടി എൻ്റെ കുറച്ച് പ്ലാങ്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് കെട്ടി. അപ്പോൾ ഓക്കെ, നമ്മുടെ ബേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 2 ഡോറുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് കിടന്നുറങ്ങാം. ഏറ്റവും ചെറിയ ബേസ് ആയിരിക്കും ഇത് മിക്കവാറും. ഓക്കെ, രാവിലെ ആയിരിക്കാണ് ഗൈസ്. നോക്ക് ഗൈസ്, എല്ലാവരും തീ കത്തുന്നുണ്ട്. നമ്മുടെ മോർണിംഗിൻ്റെ സൺ റൈസും കണ്ടു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ എല്ലാവരും ചാവുന്നുണ്ട്. ഓക്കെ, നമുക്ക് എക്സ്പിയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ എക്സ്പി ഫുള്ള് എടുക്കാം ഗൈസ്. ഇയാൾ ചത്തിട്ട. ഇത് സോംബി വില്ലേജറാണ് ഗൈസ്. ഇയാൾ തൊടുമ്പോഴേക്ക് ഒന്നാകെ ചാവുന്നു. ഓക്കെ, നമുക്ക് ഈ എക്സ്പി ഒക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നാണ് ഗൈസ് നമ്മൾ എന്തിനു പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ട്രഷർ ഹണ്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ ട്രഷർ ഹണ്ടിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാണ്. നമുക്ക് നേരെ പോയാൽ മതി. അപ്പോൾ നമ്മുടെ വോയിസ് ഒക്കെ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്താണ്, സൗണ്ടിങ് റെക്കോർഡിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ കുതിരേനെ നമ്മൾ സെറ്റാക്കിയിട്ട് നല്ല ആർമറൊക്കെ വെച്ചിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിനിയാന്ന് വേൾഡ് എക്സ്പ്ലോറേഷൻ സീരീസിൽ കണ്ട ആ സംഭവമാണ്. അതേ ഷിപ്പിലാണ് നമ്മൾ ട്രഷർ മാപ്പ് കണ്ടത്. അപ്പോൾ ആ ട്രഷർ മാപ്പോട് നമ്മൾ ഇന്ന് ട്രഷർ ഫൈൻഡിങ് ആണ്. ഒരു ഇതും അറിയില്ല അതിനെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് അതിന് കുറച്ച് ടൂൾസൊക്കെ വേണമല്ലോ. ഓക്കെ, നമ്മുടെ ടൂൾസ് ഇല്ല. നമുക്ക് ഫുഡ് മാത്രമേ നമ്മൾ ഇത് സെലക്ട് ചെയ്തിട്ട്. ഇപ്പോൾ അറ്റാക്കിങ്ങിന് ഒരു ബോ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫുഡ് ഇയാൾക്കൊന്ന് ഇവന് വേണ്ടെന്ന് തോന്നുന്നു. ഫുഡ് ഫുള്ളാണ്. ഓക്കെ, ഇയാൾ കഴിക്കുന്നുണ്ട് കേട്ടോ, ഇവൻ കഴിക്കുന്നുണ്ട്. ഓക്കെ, ഫുഡ് ഇവന് മതി. അപ്പം നമുക്കിനി ഓക്കെ ഗൈസ്, വേറൊരു കാര്യം പറയാൻ മറന്നു ഗൈസ്. നമ്മുടെ സ്കിന്നൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതല്ല ഗൈസ് നമ്മുടെ സ്കിന്ന്. ഞാനിപ്പോൾ ശരിയാക്കി തരാം. ഗൈസ്, വി ആർ ബാക്ക്. സത്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആ കാര്യം മനസ്സിലായിട്ട് ഇതെന്താണ് ഞാൻ കാരണം സ്കിന്നൊക്കെ സെറ്റാക്കിയാണ്. എനിക്ക് അറിയില്ല. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്ത് റിപ്ലൈ തരണം. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിലേ നമുക്ക് സ്കിന്ന് ലോഡാവും. എനിക്ക് ഉറപ്പില്ല. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ നെറ്റ് ഓൺ ആക്കിയിട്ട് നമുക്ക് സംഭവം വന്നു. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അടിപൊളിയല്ലേ ഗൈസ്, സ്കിന്ന് സൂപ്പറാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്കിന്നാണ് ഗൈസ്. അപ്പോൾ ഈ സ്കിൻ ഇട്ടിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ അതിൻ്റെ പേരിടുന്നത് ട്രഷർ ഹണ്ടിങ്ങിന് ഇത് വേണമെങ്കിൽ എഴുതി വെക്കണം. ട്രഷർ ഹണ്ടിങ്ങിന് പോകുന്നത് ഗൈസ്. പൊളിയല്ലേ ഗൈസ്, പൊളി, അടിപൊളി. അപ്പോൾ ഇന്ന് നമുക്ക് ട്രഷർ ഹണ്ടിങ് നേരെ ഇപ്പോൾ ടൈമെന്ന് കളയണ്ട. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടൂൾസ് ആക്കണം. ടൂൾസ് എടുക്കാൻ വേണ്ടി നമുക്ക് നേരെ ഇപ്പോൾ അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കും ഇത്രയും ഡെക്കറേറ്റഡ് ആയ വീട് ഏതാണ് ഗൈസ്? ഇത് നമ്മുടെ എന്ത് വില്ലേജാണ്? നമ്മുടെ ദിവ്യമായ വില്ലേജല്ലേ ഗൈസ്. എപ്പോഴും ധ്യാനത്തിലാണ്. ഡിസ്റ്റർബ് ആകണേ. നമ്മുടെ ദിവ്യമായ വില്ലേജർ ഹിറ്റായി ഗൈസ്. നമ്മുടെ വീട് റിലീസായി പിന്നെ ഹിറ്റായി. വീടൊക്കെ സെറ്റായി. ഇപ്പോൾ മണിയൊക്കെ വെച്ച് നല്ല ഡിസൈനൊക്കെ വെച്ച് നോക്കുക ഗൈസ്. നമ്മുടെ ഇത് ആർക്കിമിഡീസാണ് തോന്നുന്നു. നല്ല പോസ്റ്ററൊക്കെ വെച്ച്
പൊളിയായിട്ട് വൈബാണ് ഗൈസ്. അപ്പം മിണ്ടാതെ നമുക്ക് ഈ ചെസ്റ്റ് നമ്മുടെ ടൂൾസൊക്കെ എടുക്കാം. ഓക്കെ, നമുക്ക് ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. ഫെൻസ് എന്തിനാ, ഫെൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ഇത്ര നമുക്ക് ആവശ്യമുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ടൂൾസ് ആക്കാനുണ്ട്. നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാതെ ഇവിടെ തന്നെ. ഓക്കെ, നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിക്ക് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ആദ്യം തന്നെ നമുക്കൊരു പിക്കാക്സ് ആക്കാം. പിക്കാക്സ് നമുക്ക് സോഡിൻ്റെ ആവശ്യമുണ്ടോ? സോഡിൻ്റെ ആവശ്യമില്ല എന്നൊന്നുമല്ലോ. നമുക്ക് എല്ലാം 2 ആക്കാം. എന്താ വെച്ചാൽ ആവശ്യം വരും. 2 ആവശ്യമില്ല എങ്കിലും. ഓക്കെ ഓക്കെ ഓക്കെ, അഡ്വാൻസ്മെൻ്റ് ഒക്കെ ആവുന്നുണ്ട്. ഓക്കെ, പ്ലാങ്ക് ആക്കണം അല്ലേ? ഇത് കളിച്ച് ലാസ്റ്റ് ഒന്നും തിരിയാത്ത അവസ്ഥയാണ്. ഓക്കെ, സ്റ്റിക്ക് ആക്കിയിട്ടുണ്ട്. ഇനെന്താണ് നമുക്ക് ആവശ്യം? നമുക്ക് ഇമ്പോർട്ടൻ്റ് ഷവൽ എന്തായാലും വേണം ഗൈസ്. ഷവൽ ഓക്കെ, ഷവൽ എന്തായാലും വേണം. ഓക്കെ, നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ തിരിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, സൗണ്ട് അല്ലേ അപ്പം? ഓക്കെ ഓക്കെ, ഇതെന്താണ് റൊട്ടൺ ഫ്ലഷിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇത് സ്മൂത്ത് സ്റ്റോൺ ഗൈസ്. ഇതാണ് സ്മൂത്ത്. ഇതൊക്കെ ആടുന്ന് കിട്ടിയത് അടിപൊളിയാണിത്. ഇത് സ്മൂത്ത് സ്റ്റോൺ അടിപൊളിയാണ്. അപ്പോൾ നമുക്കിത് ചാടാം. അപ്പോൾ നമുക്ക് നമ്മുടെ റൈഡ് തുടങ്ങാം ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്താണ് നമുക്ക് ഫുഡ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കുതിരക്കും ഫുഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുതിരക്കും കുറച്ച് ഫുഡ് കൊടുക്കാം. തിന്നോന്ന് അറിയില്ല, എന്നാലും കൊടുക്കാം. ഓക്കെ ഗൈസ്, കുതിര ഫുഡ് തിന്നുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം മീറ്റിൻ്റെ എണ്ണ കുറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഫുള്ള് ഫുഡ് തീർന്നിട്ടുണ്ട്. നമുക്കൊരു സ്റ്റാക്ക് ഓഫ് ഫുഡ്, ഒരു ഹേബയിൽ എടുക്കാം. നമുക്ക് എന്തായാലും പോകുമ്പോൾ ഒരു 3 എടുക്കാം. നമുക്ക് വഴി വെച്ച് നമുക്ക് ആവശ്യം വരും എന്തായാലും. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്കിൻ എങ്ങനെയുണ്ട് ഗൈസ്? ഇതിൻ്റെ ബാക്ക് കണ്ടില്ല നിങ്ങൾ? ഓക്കെ, ബാക്കിൽ ഹുഡൊക്കെ വെച്ചിട്ട് പൊളിയല്ലേ ഗൈസ്? അടിപൊളി. ഏണ്ട മോനെ, നമ്മുടെ സ്റ്റീവിന് പവർ വന്നതാണ് ഗൈസ് അത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ഇവിടുന്നാണ് ഞാൻ രാത്രി 7 നമ്മുടെ 7 XP നമുക്ക് കിട്ടിയത് തന്നെ ഇങ്ങനെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് നമുക്ക് എടുക്കാം. ഓക്കെ, ഇതെന്താ വെച്ചാൽ നമ്മുടെ ഹോഴ്സ് കാണാതെ കൊണ്ടറിഞ്ഞിട്ടാണ് നമ്മൾ ഇതൊക്കെ സെറ്റപ്പ് ആക്കി. അപ്പോൾ നമുക്ക് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ കുതിരയിൽ തന്നെ പോകാം ഗൈസ്. നമ്മൾ പോവുകയാണ് ഗൈസ്. നമ്മുടെ ട്രഷർ ഹണ്ടിങ്ങിന് നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പോൾ കുറേ ദിവസമായി എല്ലാവരും പറഞ്ഞു ട്രഷർ ഹണ്ട് എവിടെ. നമ്മൾ ലോഡിങ് ആയിരുന്നു ട്രഷർ ഹണ്ടിങ്. ഓക്കെ, നമ്മൾ ട്രഷർ ഹണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബാഹുബലി മല. നല്ല ഓർമ്മയുണ്ട് ഗൈസ്. എനിക്ക് വഴി അറിയില്ല നേരെ. എന്നാലും നോക്കാം നമുക്ക്. കാരണം നമ്മുടെ പില്ലേജർ പോസ്റ്റൊക്കെ ഇവിടെയാണ്. ഓക്കെ, ഇവിടെ കുറേ കുതിര ഉണ്ടല്ലോ. പക്ഷെ നമ്മുടെ കുതിര റേഞ്ചിലെത്തിയില്ല ഗൈസ്. അടിപൊളി. ഓക്കെ, കുതിര നീന്തിയിട്ട് കിടക്കുമോ? നോക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ കുതിര നീന്തിയിട്ട് കിടക്കും ഇല്ലേ? ഇതെന്താണ്? ഓക്കെ, നമ്മുടെ കുതിര ഇങ്ങോട്ട് വലിച്ചാലോ? നമുക്ക് ലീഡ് എടുത്തു വെക്കാം കയ്യിൽ. ലീഡ് എടുത്തു വെക്കാം നമുക്ക്. വാ കുതിര, സംതിങ് ഫിഷ്. ഓക്കെ, ഞാൻ FPP ഇടുന്നില്ല. FPP ഇട്ടാൽ കുറച്ച് കൺട്രോൾ ആക്കാൻ ഈസിയാണ്. വാ കുതിരയെ വാ, കമോൺ ബ്രോ. ഓക്കെ, നമുക്ക് ലീഡ് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ലീഡ്. ഓക്കെ, നമ്മൾ കയറിയിട്ടുണ്ട്. നമുക്ക് ട്രാവലിങ് ആദ്യം തുടങ്ങാം. ഓക്കെ, നമ്മൾ ഇതിലൊക്കെ പോയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ നല്ല സ്ഥലമാണ്. ഇവിടെയൊക്കെ ചിലപ്പോൾ പോകുന്നതിന് എടുക്കുന്നത്. ഓക്കെ, അതെന്താണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ അല്ല. ഓക്കെ, നമ്മുടെ പില്ലേജേഴ്സൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. നമ്മുടെ കുതിരക്കാണ് കേസ് അറ്റാക്ക് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ അടുക്ക് ലാഗും ഗൈസ്. നമ്മുടെ ഷീൽഡ് അഡ്വാൻസ്മെൻ്റ് ഒക്കെ ആക്കിയിട്ടുണ്ട്. ഇത് ഞാൻ TNT വെച്ചിട്ട് ആക്കിയതാണ് ഗൈസ്. നമുക്ക് ഈ TNT എല്ലാം ഒന്ന് പൊട്ടിക്കാം ഗൈസ്. ഇവരെ വീട് പൊട്ടിക്കണം ഞാൻ അന്നേ വിചാരിച്ചാണ്. അടിക്കും. ഓക്കെ ഗൈസ്, നമ്മൾ ഏകദേശം എല്ലാം പൊട്ടിക്കാൻ റെഡി ആയിട്ടേക്കുന്നുണ്ട്. ഓക്കെ, എല്ലാം പൊട്ടുന്നുണ്ട്. അടിപൊളി. നമ്മുടെ പില്ലേജ് ഇവിടെ ഗൈസ് അറിയാതെ ഞാൻ നിന്നതും TNT എടുക്കാണ് നിന്നത് ഗൈസ്. നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ കുതിരേനെ എല്ലാവരും രക്ഷിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ആ പില്ലേജേഴ്സൊക്കെ ചത്തിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നത്.
ചത്തിട്ടില്ലെങ്കിൽ നമ്മൾ 3G ആവും ഗൈസ്. ഓക്കെ, നമുക്ക് വേഗം ഓടിപ്പോകാം ഗൈസ്. നമ്മുടെ സ്കിൻ എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ല ഗൈസ്? എൻ്റെ മോനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതേപോലെ നമുക്ക് ഇടക്കിടക്ക് സ്കിന്നൊക്കെ മാറ്റാം. പക്ഷേ ഇതേക്ക് നമ്മുടെ മെയിൻ സ്കിൻ ഇതായിരിക്കും മിക്കവാറും ഗൈസ്. പിന്നെന്താണ്? ഓക്കെ, നമ്മ പോകുന്നുണ്ട്. വൈകുന്നേരമായി ഗൈസ്. നമ്മൾ ബെഡ് എടുത്തിട്ട് കേട്ടോ. പണിപ്പാളി. നീ ഡേർട്ടൊക്കെ ഓക്കെ, നമുക്ക് വേഗം വൈകുന്നേരമായി. നമ്മുടെ കയ്യിൽ ബെഡ് പോലും ഇല്ല. നമ്മൾ ബെഡ് എടുത്തിരുന്നു കേട്ടോ. നമ്മുടെ അതിലുണ്ടാവും. നമ്മൾ കുറേ കുതിരയിലാകുമ്പോൾ ഇത്ര ദൂരം പോയത് അറിഞ്ഞിട്ടേ ഗൈസ്. എൻ്റെ സൗണ്ട് 1 decibel ആണ്. ഓക്കെ, പ്രശ്നമില്ല. ഓക്കെ, ഇതിലെ കൂടിയിട്ട് തന്നെയാണ് നമ്മൾ പോയത്. ഓക്കെ, നമുക്ക് വേഗം പോകാം ഗൈസ്. നമുക്ക് ഇരുന്ന് 2 സാൻഡൊക്കെ കൈമ പിടിക്കണം. ഒന്നുമില്ലെങ്കിൽ സാൻഡ് കിട്ടിയില്ലേ സാല. ഓക്കെ, ആ പില്ലേജേഴ്സൊക്കെ ചത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചത്തിട്ടില്ലെങ്കിൽ നമ്മൾ പെടും എന്ന് പറഞ്ഞാൽ പെടും. അവരേൽ ടൂൾസ് ഉണ്ട്, നമ്മുടെ കയ്യിൽ ടൂൾസ് ഇല്ല. ഓക്കെ, അവരൊക്കെ ആടെ തന്നെ ഉണ്ട്. നമ്മുടെ കുതിര ഇടുന്നുണ്ട്. നമ്മുടെ പില്ലേജർ ഔട്ട് പോസ്റ്റ് ഫുള്ള് തകർന്നിട്ടുണ്ട്. അടിപൊളി. ഇത് ഞാൻ കണ്ടില്ലല്ലോ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഓക്കെ അയണോറൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ എന്തായാലും വരേണ്ടി വരും. നമ്മുടെ സാധനം ഇവിടെയാണ്. ഇവിടെ പണി പാളിയാ ഗൈസ്. ഞാൻ ടൂൾസ് എടുത്തിട്ട് നിങ്ങൾക്കാണ് ഗൈസ്. ഞാൻ ടൂൾസ് എടുത്തിട്ട് വരാൻ. അപ്പോൾ പറഞ്ഞ പോലെ ഞാൻ നേരെ കുതിരേനെ എടുത്തിട്ട് വരും ഗൈസ്. ഇപ്പോൾ എന്തായാലും ചത്തതാണ്. എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ ബെഡില്ല. നമുക്ക് ഈ ബെഡ് എടുത്തിട്ട് തന്നെ പോകാം ഗൈസ്. നമുക്ക് ഇവിടെ കിടന്നുറങ്ങാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ടൂൾസൊക്കെ കുറച്ച് ആക്കിയിട്ടുണ്ട്. ഒരു ഷീൽഡ്, പിന്നെ കുറച്ച് നമ്മുടെ അയണത്ത് നമ്മുടെ സ്റ്റോണിൻ്റെ കുറച്ച് സംഭവം ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ബോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ആക്കിയിട്ടില്ല. നമ്മുടെ ആടെ വില്ലേജിൽ നിന്ന് പോയിട്ട് ഒരു ബെഡൊക്കെ എടുത്തു വന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടെയാണ് നമ്മുടെ പില്ലേജർ പോസ്റ്റ് ഉണ്ടായത്. അപ്പോൾ ആ പില്ലേജർ ഔട്ട് പോസ്റ്റ് നമ്മൾ TNT വെച്ചിട്ട് ഫുള്ള് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ നമ്മുടെ ഹോഴ്സിനെടുത്ത് നമുക്ക് നമ്മുടെ എന്താണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ പേര് പറഞ്ഞത് ഗൈസ്, ട്രഷർ ഹണ്ട്. നമ്മൾ ട്രഷർ ഹണ്ടിലേക്ക് കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. എന്തായാലും കുതിരേനെ ഫുള്ള് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഡൗട്ടാണ്. എന്താ വെച്ചാൽ അവിടെ വെള്ളത്തിലെ നീന്തി പോയിട്ടാണ് നമുക്ക് ഷിപ്പിനൊക്കെ ഓ മൈ ഗോഡ്. ഇപ്പം നമ്മൾ ചാവട്ടെ ഗൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ കുതിരേനെ ഇടേണ്ടി വരും ഗൈസ്. ഓക്കെ, നമുക്ക് ഇത് ഇങ്ങനെ വെക്കാം. കുതിരേനെ ഇവിടെ വെക്കേണ്ടി വരും. എന്താ വെച്ചാൽ ഓക്കെ, നമുക്ക് ഈ ലീഡ് വെച്ചിട്ട് ഇവിടെ നമ്മൾ കെട്ടിയിട്ടുണ്ട് നമ്മുടെ കുതിരേനെ. അപ്പോൾ നമുക്ക് കുതിരേനെ ഇവിടെ വെച്ചിട്ട് നമുക്ക് നീന്തി പോയി. അവിടെയാണ് നമ്മുടെ എന്തുള്ളത്, നമ്മുടെ ട്രഷർ ഹണ്ടിനുള്ള മാപ്പില്ലത് ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഷിബ്രൊക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കടൽ വേണം ഗൈസ്. കടലില്ലാതെ നമുക്ക് ട്രഷർ മാപ്പ് കിട്ടില്ല. കടലിൽ പോകാം ഗൈസ്. എന്നിട്ട് നമ്മൾ കുറച്ച് ഫിഷ്, കുക്കഡ് ഫിഷോ സാധാ ഫിഷോ എടുക്കുക ഗൈസ്. എന്നിട്ട് ഇവിടെ ഡോൾഫിൻ ഉണ്ടാവും. ഡോൾഫിനെ ഫിഷ് കൊടുത്തിട്ട് മെരുക്കി എടുക്കണം ഗൈസ്. ഓക്കെ, നമ്മുടെ ശ്വാസം എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചെന്തോ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡോൾഫിനെ മെരുക്കി എടുത്താൽ നമുക്ക് നമ്മുടെ ഡോൾഫിൻ തന്നെ നമ്മളൊരു ഷിപ്പ് റക്കിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഷിപ്പ് റക്ക് ഇതാണ് ഗൈസ്. അപ്പോൾ കഴിഞ്ഞ തവണ വന്നതിന് ശേഷം ഇതുവരെ വന്നിട്ട് നമുക്ക് നേരെ പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ എല്ലാവരും പറഞ്ഞിന് പില്ലേജർ ഔട്ട് പോസ്റ്റ് ഫുള്ള് തകർക്കണം എന്ന്. നമ്മൾ തകർത്തിട്ടുണ്ട് ഗൈസ്. TNT വെച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അന്ന് പോയെന്ന് അതേ കണക്കാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് ഈ ആക്സ് കൊണ്ട് വെച്ചിട്ട് ജസ്റ്റ് ഓക്കെ. ഞാൻ കുടുങ്ങിയാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ പോയത്? ഓക്കെ ഓക്കെ, ഇവിടെ ആക്സ് വെച്ചിട്ട് ഇതാ പൊട്ടി ഗൈസ്. ഇവിടെ എവിടെയാണ് ഒരു ചെസ്റ്റില്ല. ഓക്കെ ഗൈസ്, ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രഷർ മാപ്പ് ഇല്ല. നമുക്ക് ഇതൊക്കെ എടുക്കാം ഗൈസ്. ഇത് നമ്മുടെ ട്രഷറിൽ ഉൾപ്പെടും. ട്രഷർ മാപ്പ് കാണുന്നില്ലല്ലോ ഗൈസ്. നമുക്ക് നോക്കാം. ഇവിടെ വേറെ
ഓക്കെ. എൻ്റെ ശ്വാസം ഓക്കെ. നമ്മൾ ശ്വാസം എടുത്തിട്ടുണ്ട്. ഉഫ്, എത്ര സമയം വെള്ളത്തിലിരുന്നുകൊണ്ടാണ് ഗൈസ് ലൈഫ് പോകുന്നത്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ട്രഷർ മാപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ട്രഷർ മാപ്പ് എടുത്തിട്ട് വെക്കാം. ഓക്കെ, നമുക്ക് വേഗം മുകളിൽ പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രഷർ ഹണ്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഉഫ്, ഇപ്പോൾ ശ്വാസം എടുക്കണം. ഓ കഴിഞ്ഞ. അപ്പോൾ ഗൈസ്, നമ്മുടെ ട്രഷർ ഹണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ മാപ്പ് കിട്ടി. ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ മാപ്പ് കണ്ടുപിടിക്കുക. അപ്പം മാപ്പ് നമുക്ക് കയ്യിൽ വെക്കാം ഗൈസ്. ഈ ഷീൽഡ് മാറ്റിയിട്ട് മാപ്പ് കയ്യിൽ വെക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ വൈറ്റ് ഡോട്ടാണ് ഗൈസ് അല്ലേ? ആ വൈറ്റ് ഡോട്ടാണ് നമ്മളിപ്പോൾ ഇല്ലത്. ഓക്കെ, വൈറ്റ് ഡോട്ട് അനങ്ങുന്നില്ലല്ലോ. നമുക്ക് കുറച്ച് അനക്കി നോക്കാം. നമുക്ക് ഐ തിങ്ക് ഇപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് കുറച്ച് നീങ്ങി നോക്കാം. അപ്പം നമുക്ക് ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടതെന്ന് അറിയാം. ഓക്കെ, വൈറ്റ് ഡോട്ട് അനങ്ങുന്നില്ല ഗൈസ്. ഓക്കെ, നമുക്ക് കുറച്ച് അനങ്ങി നോക്കട്ടെ. കുറച്ചനങ്ങി ഗൈസ്. ഇല്ലേ, കുതിരേനെ അപ്പോൾ നമ്മൾ ആടനെ കെട്ടിയിടാം ഗൈസ്. എന്താ വെച്ചാൽ വെള്ളത്തിലൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ കുതിരേനെ കൊണ്ട് നല്ലതല്ല. ഒക്കെ ഒന്ന് ഇങ്ങോട്ടാണ് ട്രഷറിലുള്ളത്. നമുക്ക് പോയി നോക്കാം. എന്താ വെച്ചാൽ ഈ മാപ്പൊന്നും അനങ്ങുന്നൊന്നുമില്ല. നമുക്ക് കുറച്ച് ഇങ്ങോട്ട് പോയിട്ട് നമുക്ക് മാപ്പ് നോക്കാം. നമ്മുടെ സാൻഡിലോണ്ട് നമുക്കിങ്ങനെ ഹൈറ്റൊക്കെ വരുമ്പോൾ കയറിയിട്ടൊക്കെ പോകാം. ഓക്കെ, ഇനി നമുക്ക് മാപ്പ് നോക്കാം. നമ്മൾ അവിടെ തന്നെ ഉണ്ട് ഗൈസ്. ഒക്കെ ഒന്ന് റെഡ് ഡോട്ടാണോ നമുക്ക് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകാം. റെഡ് ക്രോസ് എന്ന് പറയുന്നത് അത് ട്രഷറിൻ്റെ സിമ്പിളാണ്. പക്ഷേ ഇത് വൈറ്റ് ഡോട്ട് അനങ്ങുന്നേ ഇല്ല. അതെന്താണ് ഗൈസ്? നമുക്ക് നോക്കാൻ പോയിട്ട്. ഇപ്പം ലേശം അനങ്ങിയോ? എങ്ങോട്ട് ഇത് അനങ്ങുന്നില്ല ഗൈസ്. എനിക്ക് തോന്നുന്നത് ഇത് അനങ്ങേണ്ടതാണ് ശരിക്കും. കുറേ പോകേണ്ടി വരും. ചിലപ്പോൾ കുറേ പോകേണ്ടി വരും ഗൈസ്. ഇനിയും അനങ്ങിയിട്ടെങ്കിൽ നോക്കേണ്ടി വരും ഇതെന്താണ് സംഭവം എന്ന്. ഓക്കെ, നമുക്ക് കുറച്ച് അനങ്ങിയിരുന്നോ? ഇല്ല ഗൈസ്, നമ്മൾ ഒട്ടും അനങ്ങിയിട്ട. ഓക്കെ, സംഭവം പിടികിട്ടി. നമ്മളിപ്പോൾ ലൈനിൻ്റെ ഓപ്പോസിറ്റാണ് പോയത്. അപ്പം നമ്മൾ പോകേണ്ട വഴി ഇതല്ല ഗൈസ്. അപ്പം നമ്മൾ പോയത് ഓപ്പോസിറ്റ്. ഇപ്പം ലൈക്ക് ഒക്കെ തോന്നുന്നത് നമ്മൾ മാപ്പിൻ്റെ ആ ബോർഡർ താണ്ടിയിട്ട് പുറത്തേക്ക് വരുന്നതുകൊണ്ടാണ് ഈ ഡോട്ട് അനങ്ങാത്തതെന്ന്. ശരിയല്ലേ ഗൈസ്? അങ്ങനെ ചിന്തിക്കാമല്ലോ. ഇപ്പം നമ്മുടെ ഷിപ്പ് ബ്രക്ക് നമുക്കിനി പോയി കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഷിപ്പ് ബ്രക്ക്. അപ്പോൾ ആ ഷിപ്പ് ബ്രക്കിൽ നിന്ന് വേറെ ഡയറക്ഷനിലേക്ക് നമ്മൾ പോയാൽ ചിലപ്പോൾ നമുക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ പോയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോകാം ഗൈസ്. ഓക്കെ, ഇത് ചിലപ്പോൾ കുറേ ടൈം എടുക്കുമോ? ഇല്ല. ഇതെന്താണ് റൂവിൻ്റെ എയർപോർട്ടല്ല? അല്ല ഗൈസ്, ഇവിടെ എന്തോ വഴിയൊക്കെ ഉണ്ട്. നമുക്ക് വേഗം പോയിട്ട് ശ്വാസം എടുക്കാം. വേഗം പോയിട്ട് പണി കറക്റ്റായിട്ട് പാളി. ഇതിനേക്കാളും മികച്ച പണിവാളൽ ഞാൻ കണ്ടിട്ടാണ്. ഓക്കെ ഗൈസ്, ഇനി പോയിട്ട് ഷിപ്പ് ബ്രക്ക് കണ്ടുപിടിക്കണം. ഷിപ്പ് ബ്രക്ക് കണ്ടുപിടിച്ചിട്ട് അത് എവിടെയാണ് ഞാൻ മാപ്പ് ചാടിയെന്ന് കണ്ടുപിടിക്കണം ഗൈസ്. പണി ഇപ്പം ശരിക്കും പാളി ഗൈസ്, ശരിക്കും പാളി. ഞാൻ എവിടെയാണ് ഉള്ളത്? കാട്ടിലാണ് ഗൈസ്. ചെയ്തോ, നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ പോകാം. നമുക്ക് ഈ സാൻഡ് എടുക്കാം. കുറച്ച് തളരരുത് ആ സാധനം. എന്ത് വന്നാലും തളർന്നുകൂടാ. നമ്മൾ ഫുൾ പവറിൽ നമുക്ക് ഷിപ്പ് കണ്ടുപോയി. ഞാൻ എവിടെയാണ് സ്പോണായത്? എനിക്കൊന്ന് എവിടെയോ നമ്മുടെ പില്ലേജർ ഔട്ട് പോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ പില്ലേജർ ഔട്ട് പോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മാർക്കിങ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സോംബീസൊക്കെ ഉണ്ട് ഇവിടെ. സ്കെൽട്ടണൊക്കെ വന്നാലും ബോ കിട്ടുക. നമ്മൾ ചത്തു ഗൈസ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഗൈസ്? ഭാഗ്യം, നമ്മുടെ ഭാഗ്യത്തിന് നമ്മൾ സ്പോണായത് നമ്മുടെ വില്ലേജിൻ്റെ അടുക്കാണ്. ഞാൻ കുറച്ച് നമ്മുടെ കടൽ നീന്തിയിട്ടായിട്ട് നമ്മുടെ വില്ലേജ് നമുക്ക് കണ്ടെത്തി.
അപ്പോൾ വില്ലേജ് കണ്ടെത്തിയിട്ട് അതിലെ കൂടിയിട്ട് തന്നെ നമ്മൾ വന്ന വഴി കൂടിയിട്ട് തന്നെ നമ്മൾ വന്നു. അപ്പോൾ നമുക്ക് ഈ ഷുഗറൊക്കെ ആദ്യം കണ്ടെത്താൻ കഴിഞ്ഞു. വേറൊരു സാധനം മിസ്സായിട്ടാണ് തോന്നുന്നു ഭാഗ്യത്തിന്. ഓക്കെ, നമുക്ക് ഇതിലെ കൂടെ ഒന്ന് നീങ്ങി വെക്കാം, ഒരു മാറ്റമില്ല. അപ്പോൾ ഈ ഡയറക്ഷനിൽ നീങ്ങി വെക്കാം, ഒരു മാറ്റമില്ല. ഇതെന്താണ് സംഭവം എന്നൊക്കെ ഇതുവരെ പിടിയിട്ടില്ല. നമുക്ക് വില്ലേജിൻ്റെ ഡയറക്ഷനിലേക്കൊന്ന് പോയി നോക്കണം എന്തായാലും. ഈ ഡയറക്ഷനിൽ പോയി നോക്കിയാൽ ഓക്കെ, ഈ ഡയറക്ഷനിലൊന്ന് പോയി നോക്കാം. ഓക്കെ, ഒരു മാറ്റമില്ല കൈസ്, ഒരു മാറ്റമില്ല. ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വില്ലേജിലേക്ക് തന്നെ പോവാം. ഓക്കെ, ഇപ്പോഴെങ്കിലും നീ മാറിയാൽ മതിയായിരുന്നു. ഓക്കെ, നമ്മളെ കാണുന്നില്ല കൈസ്, പോയാൽ വെള്ളത്തിൻ്റെ അടിയിലായോണ്ടിരിക്കും. ഓക്കെ, നമുക്ക് ആടെ പോയിട്ട് നമുക്ക് നോക്കാം കൈസ് എന്താണെന്ന്. ഓക്കെ, കര മാറിയോ ഇപ്പം? ഓക്കെ, നമുക്ക് ഇതിലേ കൂടിയിട്ടല്ല, നമുക്ക് ആടെയാണ്. നമ്മുടെ കുതിരേനെ ആടെയാണ് കിട്ടിയത്. നമുക്ക് കുതിരയുടെ അടുക്കലേക്ക് പോവാം. ഇപ്പോഴും മാറുന്നില്ല നമ്മുടെ സ്പോട്ട്. ട്രഷർ ഹണ്ടിങ് എങ്ങനെയാണെന്നൊക്കെ അറിയില്ല, ഞാൻ നോക്കേണ്ടതായിരുന്നു. അത് നമ്മുടെ കുതിര ഉണ്ട് അവിടെ, നമുക്ക് നേരെ കുതിരയുടെ അടുക്കലേക്ക് പോകാം. നമുക്കിത് കയ്യിൽ വെക്കാം. ഇതെന്താണ് സംഭവം? ക്ലേ. ഓക്കെ, ക്ലേ വില്ലേജേഴ്സിന് കൊടുത്ത എന്തോ സംഭവം കിട്ടും ഗൈസ്. വില്ലേജേഴ്സിന് കൊടുത്ത എമറാൾഡ് കിട്ടും തിരിച്ചിട്ട്. നമുക്ക് നേരെ പോവാം. ഓക്കെ, നമ്മുടെ കുതിരയുടെ സെറ്റായിട്ടേക്കുന്നുണ്ട്. എത്ര ടൈം എടുത്തു ഇനി. നമ്മുടെ ലീഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ, കുതിരയാകുമ്പോൾ കുറച്ച് സ്പീഡായി ഗൈസ്, കാരണം എനർജി വന്നു. കുതിരയാകുമ്പോൾ എനർജി വന്നു. നടന്നിട്ട് പോവാണെങ്കിൽ ഒന്നും നടക്കില്ല ഗൈസ്. നമ്മുടെ മാപ്പ് ഇടയ്ക്കിടയ്ക്ക് നോക്കാം. ആഹാ, ഇതന്നെ തമ്മിൽ കൊടുത്താലോ, ഇത്ര സെറ്റാണ്. ഓക്കെ, നമുക്കിതിൽ കയറി. ഓക്കെ, ഇതാണ് നമ്മുടെ വില്ലേജസ് അറ്റാക്ക് ചെയ്യാൻ കണ്ടാലേ. നമുക്ക് നമ്മുടെ വില്ലേജിലേക്ക് പോകാൻ കഴിച്ചു. എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് സംഭവം, എന്താണ് ഈ സംഭവം നീങ്ങാത്തതെന്ന്. ഓക്കെ, ശ്വാസം അടക്കി പിടിക്കുന്നുണ്ട്. നമുക്ക് ലീഡ് ഉണ്ടെങ്കിൽ കൊണ്ടുവരാം. ഇതെന്താണ് കഴിയാത്ത? ഓക്കെ, ലീഡ് കെട്ടിയിട്ട് വലിക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, ലീഡ് നമുക്ക് തിരിച്ചു കിട്ടി. നമുക്ക് നേരെ പോവാം. ഓക്കെ, നമ്മുടെ വില്ലേജിൻ്റെ അടുക്ക് എത്താനായി എന്നാണ് തോന്നുന്നത്. അഴിവാ, കുതിരയൊക്കെ സൂപ്പറാണ്. കെൻഡർമാൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. കുതിരയിലോണ്ട് നല്ല സ്പീഡാണ് ഗൈസ്. നമുക്ക് നമ്മുടെ സ്കിന്നൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, സ്കിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ താഴെ വെട്ടി. സ്കിന്ന് അടിപൊളിയല്ലേ ഗൈസ്. ഓക്കെ, നമ്മുടെ വില്ലേജ് എത്താനായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ വില്ലേജ് എത്തി ഗൈസ്. ഓക്കെ, നമ്മൾ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ കുതിരേനിടെ പാർക്കാക്കാം ഗൈസ്. പാർക്കാക്കാൻ നമുക്ക് മറ്റേ സംഭവം വേണം. ഓക്കെ, നമ്മുടെ ലീഡ് എവിടെ? ഓക്കെ, ലീഡിൽ വെച്ചിട്ട് ഇതിനിങ്ങനെ കെട്ടാം. ഇങ്ങനെ ഇപ്പം കെട്ടിയോ? കുതിരേനെ കെട്ടിയിട്ടാ ഗൈസ്. നമുക്ക് കെട്ടണമെങ്കിൽ FP-യിലിടുമ്പോഴാണ് ഏറ്റവും ബെറ്റർ. അപ്പം നമുക്ക് നോക്കാം ഗൈസ്. നമ്മൾ നോക്കിയിട്ട് നേരെ ഞാൻ പറയാം ഇതെന്താണ് മാപ്പ് ഇതുവരെ നീങ്ങാത്തതെന്ന്. ഓക്കെ ഗൈസ്, നീങ്ങി. അടിപൊളി. ഇപ്പം നമ്മൾ ഇങ്ങോട്ടാണ് ഇപ്പോൾ വന്നത്, നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അങ്ങോട്ടാണ് ഗൈസ് പോകേണ്ടത്. ഓക്കെ ഗൈസ്, നീങ്ങുന്നുണ്ട്. അടിപൊളി. ഇതെന്താ നേരത്തെ നീങ്ങാത്തത്? ഓക്കെ ഗൈസ്, നമുക്ക് പോകാം നേരെ. ഗൈസ്, അപ്പോൾ വീഡിയോന് ലെങ്ത് കൂടുന്നവരെ നമ്മൾ 2 പാർട്ടായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കാണാൻ മിസ് ചെയ്ത് ഗൈസ്.
അപ്പോൾ പാർട്ട് 1 കഴിഞ്ഞു ഗൈസ്. പാർട്ട് 2 എന്തായാലും ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ